അങ്ങനെ ഒന്ന് മാറി ചിന്തിച്ചത് കൊണ്ട് ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള ഒരു എളിയ മോദി കെയർ പ്രവർത്തകനാണ് ഞാൻ. എൻ്റെ പേര് മനോജ് കാരവള്ളി, ട്രിപ്പിൾ റെഡ് ഡയമണ്ട് ഡയറക്ടർ, മോഡി കെയർ. ധാരാളം വിദേശ യാത്രകളും ജീവിതത്തിലെ ധാരാളം സ്വപ്നങ്ങളും മോഡി കെയറിലൂടെ നേടിയെടുക്കുന്നതോടൊപ്പം തന്നെ ലക്ഷങ്ങൾ പ്രതിമാസ വരുമാനം നിങ്ങളെപ്പോലെ കടന്നു വന്നുകൊണ്ട് ഈ ബിസിനസ്സിലൂടെ നേടുന്ന ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, മോഡി കെയറിന്റെ ഒരു അഡ്വൈസർ അല്ലെങ്കിൽ ഒരു ലീഡർ എന്നുള്ള നിലയിൽ ഈ അവസരം എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാൻ വളരെയധികം സന്തോഷമുണ്ട്. എന്താണ് ഈ അവസരം? 4 ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഇത് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബിസിനസ് അവസരം നമ്മുടെ ഓരോ കുടുംബങ്ങളും ഏറ്റെടുക്കണം? അതാണ് ആദ്യത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട്, എന്താണ് ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ബിസിനസ്? മൂന്നാമത്തെ പാർട്ട്, എന്തൊക്കെയാണ് ഈ ഡയറക്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയിൽ കൈകാര്യം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ? 4, ഇതിലെ കോമ്പൻസേഷൻ പ്ലാൻ. ഇങ്ങനെ 4 ഭാഗമായിട്ടാണ് ഈ അവസരം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. 30 മിനിറ്റിനകമാണ് ഇത് പ്രസന്റ് ചെയ്ത് തീർക്കേണ്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവമായിരിക്കുക. ഞാൻ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും ഈ അവസരം നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. പലപ്പോഴും നമ്മളുടെ വരുമാനം ഈ സ്വപ്നങ്ങളുമായി മാച്ച് ചെയ്യാറില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള വരുമാനത്തിനോടൊപ്പം ഒരു എക്സ്ട്രാ ഇൻകം കൂടെ നേടിയെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിലെ ഈ ചിത്രത്തിൽ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും, നിങ്ങൾക്ക് ലോകം മൊത്തം യാത്ര ചെയ്യണോ, സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കണോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വലിയ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കണോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാറിൽ യാത്ര ചെയ്യണോ, വർക്ക് ലൈഫ് ബാലൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കണോ, അംഗീകാരങ്ങൾ കിട്ടണോ, ഇതെല്ലാം സാധ്യമാക്കി തരുന്ന വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മഹത്തായ ഒരു അവസരമാണ് മോഡി കെയറിന്റെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്ന ഡയറക്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. ഇതെല്ലാം നമുക്ക് ഓരോരുത്തർക്കും നമ്മൾക്ക് ആഗ്രഹമുള്ളതാണ്. ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതത്തിൽ ഏറ്റവും നല്ല സുഖ സൗകര്യങ്ങളോടെ ജീവിക്കണം എന്നുള്ളത്, വളരെ സാമ്പത്തിക അടിത്തറയോടെ ജീവിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ്, എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ്. ആ സ്വപ്നമാണ് മോഡി കെയറിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ഡിയർ ഫ്രണ്ട്സ്. അപ്പൊ എന്താണ് മോഡി കെയർ ഓഫർ ചെയ്യുന്ന ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ബിസിനസ് അവസരം? നമുക്കറിയാം, നമ്മളുടെ വീട്ടിൽ ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ നമ്മൾ ഇപ്പൊ കടകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് മാറ്റി ആ ഉൽപ്പന്നങ്ങൾ മോദി കെയറിൽ നിന്ന് നിങ്ങൾ വാങ്ങി തുടങ്ങിയാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ബിസിനസ് അവസരം, അത് ആക്റ്റീവ് ഇൻകം മാത്രമല്ല, ബിസിനസ് ചെയ്യുമ്പോൾ മാത്രമല്ല ഈ അവസരത്തിലൂടെ വരുമാനം കിട്ടുന്നത്, ആജീവനാന്തം നാളെ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ വന്നാലും ആജീവനാന്തം പാസീവ് ഇൻകം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വലിയ ബൃഹത്തായ ഒരു അവസരമാണ് മോഡി കെയറിന്റെ ഡയറക്ട് സെല്ലിംഗ്. എന്താണ് കൺവെൻഷണൽ മാർക്കറ്റിംഗും ഈ ഡയറക്ട് സെല്ലിംഗുമായിട്ടുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൺവെൻഷണൽ മാർക്കറ്റിംഗിൽ ധാരാളം ഇടനിലക്കാരുണ്ട്, ഹോൾസെയിലർ, സ്റ്റോക്കിസ്റ്റ്, ഏജന്റ്, റീറ്റെയിലർ, പരസ്യങ്ങൾ. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു 100 രൂപ കൊടുത്തൊരു പ്രോഡക്റ്റ് വാങ്ങിയാൽ അതിൽ 65% ഇത്തരത്തിലുള്ള ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും വേണ്ടിയാണ് ചെലവാക്കുന്നത്. പക്ഷെ മോഡി കെയറിൽ പരസ്യങ്ങളൊന്നുമില്ലാതെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിട്ട് നേരിട്ട് കൺസ്യൂമറിൽ നേരിട്ട് എത്തിക്കുകയാണ്. ഇവിടെ ഇടനിലക്കാരുമില്ല, പരസ്യക്കാരുമില്ല. അതുകൊണ്ട് അവർക്ക് അതിനുവേണ്ടി ചെലവാക്കുന്ന കോടിക്കണക്കിന് രൂപ ഇതിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമേഴ്സിന് തന്നെ, അഥവാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് തന്നെ കമ്പനി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഇത് വളരെ ശക്തമായ ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മോഡി കെയറിൽ ഓൾ ഇന്ത്യ ലെവലിൽ വർക്ക് ചെയ്യുന്നത് പോലുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ വർക്ക് ചെയ്ത് ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതമാണ് മോഡി കെയറിലൂടെ ഈ സിസ്റ്റത്തിലൂടെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ചുരുങ്ങിയ സമയം കൊണ്ട്. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് 21,000 കോടി രൂപയുടെ ബിസിനസ് ടേൺ ഓവർ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ മേഖലയിൽ ഓൾ ഇന്ത്യ ലെവലിൽ നടന്നു വരികയാണ് പല കമ്പനികളിലൂടെ. ഇതിൽ മികച്ച പ്രാതിനിധ്യമുള്ള കമ്പനിയാണ് ഇന്ത്യൻ കമ്പനിയായ മോഡി കെയർ എന്ന് പറയുന്നത്. ഇനി 2026 മുതൽ 30 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്ന ഡയറക്ട് സെല്ലിംഗിന്റെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത്. ഇതിൽ അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, ലക്ഷങ്ങൾ വരുമാനം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇത് വരാൻ പോകുന്നത്. ഗവൺമെന്റ് സപ്പോർട്ടോടെയാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ
ഇത് പ്രവർത്തിക്കാൻ പോകുന്ന കാര്യം. ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു മേഖലയായി ഗവൺമെന്റും കേന്ദ്ര സർക്കാരും കണക്കാക്കി ഇതിനെ പ്രൊമോട്ട് ചെയ്തു തുടങ്ങി. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ബിസിനസ് അവസരത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിസിനസ് അവസരം ഓഫർ ചെയ്യുന്നത് ഇന്ത്യയിലെ ഒരു പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ മോഡി ഗ്രൂപ്പാണ്. ഈ മോഡി ഗ്രൂപ്പ് 1996 മോഡി കെയർ എന്ന് പറയുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആരംഭിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന നമ്മുടെ വിഷണറി ആയിട്ടുള്ള സമീർ മോഡി സാറാണ് മോഡി കെയർ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛനെ KK മോഡിയും കൂടെ ചേർന്നിട്ടാണ്. അപ്പൊ ഈ മോഡി കെയറിൽ 30 വർഷം ഇന്ത്യ ഒട്ടുക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതമാണ് മാറ്റിമറിച്ചിരിക്കുന്നത്. എന്നെ പോലുള്ള ഈ പ്ലാറ്റ്ഫോമിലുള്ള പ്രകാശ് സാറിനെ പോലെ, രവീന്ദ്ര സാറിനെ പോലെ, രാംദാസ് സാറിനെ ഒക്കെ പോലുള്ള, നാസർ ഖാൻ സാറിനെയും പോലെ ഒക്കെ ഉള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. കാര്യം ഈ കമ്പനിക്ക് വളരെ ശക്തമായ ഒരു അടിത്തറയുണ്ട്. മോഡി കെയർ എന്ന് പറയുന്നത് 92 വർഷം മുമ്പ് ഇന്ത്യയിൽ ആരംഭിച്ച മോഡി ഗ്രൂപ്പിന്റെ ഒരു സഹസ്ഥാപനമാണ്. റായ് ബഹദൂർ ഗുജറാത്ത് മോദി എന്ന് പറയുന്ന വ്യക്തിയാണ്, ഈ കാണുന്ന വ്യക്തിയാണ് മോഡി ഗ്രൂപ്പ് ആരംഭിക്കുന്നത്. ഒരു പഞ്ചസാര ഫാക്ടറിയിൽ ആരംഭിക്കുകയും 27ഓളം വ്യത്യസ്ത മേഖലകളിൽ ഈ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ട് ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനിയായിട്ട് വളർന്ന് 65,000 കോടി വിറ്റുവരവുള്ള ആസ്തിയുള്ള, വളരെ ശക്തമായ ആസ്തിയുള്ള ഒരു ഇന്ത്യൻ കമ്പനിയാണ് മോഡി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മോഡി ടയർ, മോഡി സൊറോക്സ്, മോഡി സിമെന്റ്, മോഡി ഗാർഡ് ഗ്ലാസസ്, ഇതൊക്കെ നിങ്ങൾക്ക് കൺവെൻഷണൽ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള കമ്പനികളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനായ KK മോഡി സാറ് ഈ ബിസിനസ്സിനെ, ഈ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ഈ ബിസിനസ്സിനെ 120ഓളം രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനിയാണ്. അദ്ദേഹത്തിന്റെ മകനായ 3rd ജനറേഷനായ സമീർ മോഡി സാറാണ് നമുക്ക് ഈ അവസരം ഒരുക്കി തരുന്നത്. അദ്ദേഹമാണ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ അവസരം നമുക്ക് തരുമ്പോൾ തന്നെ പറയുന്നത്, ഇന്ത്യയിലെ ഓരോ വീടാന്തരം ഘർ ഘർ ആസാദി, സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ എല്ലാ സാധാരണക്കാരും അധ്വാനിക്കാൻ തയ്യാറുള്ള ഏതൊരു സാധാരണക്കാരനും തുല്യ അവസരം പ്രദാനം ചെയ്തുകൊണ്ട്, ഈ അവസരത്തിലൂടെ നൽകിക്കൊണ്ട് അവന്റെ ജീവിതത്തെ മാറ്റിയെടുക്കുക എന്നുള്ള വലിയ വിഷനോടുകൂടി തുടങ്ങിയിട്ടുള്ള അവസരമാണ് മോഡി കെയർ എന്ന് പറയുന്നത്. അപ്പം ഒരു കമ്പനിക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിലെ ഉൽപ്പന്നങ്ങൾ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇവിടെ ഈ മോഡി കെയർ കമ്പനി മനുഷ്യരാശിക്ക് എന്നും ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങളാണ് ഈ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ വിൽക്കുന്നത്. 680ലധികം ഉൽപ്പന്നങ്ങളാണ് മോഡി കെയർ കമ്പനി ഈ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ വിൽക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കാനുള്ള പേസ്റ്റ്, ബ്രഷ്, ചായ ഇടാനുള്ള തേയില, കുളിക്കാനുള്ള സോപ്പ്, പാത്രം കഴുകാനുള്ള ഡിഷ് വാഷിംഗ് ലിക്വിഡ്, വസ്ത്രം അലക്കാനുള്ള വാഷിംഗ് ഡിറ്റർജന്റ്, നമ്മുടെ മുഖം കഴുകാനുള്ള ഫേസ് വാഷ്, മുഖം മിനുക്കാനുള്ള മറ്റ് നിരവധിയായ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഉൽപ്പന്നങ്ങൾ, പേഴ്സണൽ കെയറിൽ ധാരാളം നൂറുകണക്കിന് ഉൽപ്പന്നങ്ങൾ, ഫുഡ് ആൻഡ് ബെവറേജസിൽ അതുപോലെ തന്നെ മസാലകള്, തേന്, കാപ്പിപ്പൊടി, വെളിച്ചെണ്ണ, തവിടെണ്ണ, കടുകെണ്ണ, നെയ്യ്, അങ്ങനെ തുടങ്ങി റൈസ് എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള റൈസ് ഉണ്ട്. ബസുമതി റൈസ് ഉണ്ട്, ഡയബറ്റിക് റൈസ് ഉണ്ട്, അങ്ങനെ നിരവധിയായ ഉൽപ്പന്നങ്ങൾ, നൂറുകണക്കിന് ഉൽപ്പന്നങ്ങൾ, ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ളത്, വസ്ത്രങ്ങൾ അലക്കാനുള്ളത്, ചന്ദനത്തിരികൾ, വാഹനങ്ങൾ സംരക്ഷിക്കാനുള്ളത്, കൃഷിക്കുള്ളത്, അങ്ങനെ തുടങ്ങി 680ഓളം പ്രോഡക്റ്റുകൾ ആ കാറ്റഗറിയിലും. അതിനുപരി കമ്പനിയുടെ ഒരു പ്രീമിയം സെഗ്മെന്റ് ആയ മോഡി വേ എന്ന് പറയുന്ന സെഗ്മെന്റില് ഷിഫ്റ്റ് ലൈഫ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മുടെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്തി ജീവിതകാലം മൊത്തം വളരെ ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള നമ്മളെ സഹായിക്കുന്ന ന്യൂട്രിയൻസ്, ഷേപ്പ് ഷിഫ്റ്റ് എന്ന് പറയുന്ന വെയിറ്റ് മാനേജ് ചെയ്യാനുള്ള പ്രോഡക്റ്റുകൾ, ഷേപ്പ് ഷിഫ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്ന നമ്മളെ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ ഉപയോഗിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ഫോറസ്റ്റ് നെക്ടർ എന്ന് പറയുന്ന ബ്യൂട്ടി കെയറിൽ പ്രീമിയം സെഗ്മെന്റ് പ്രോഡക്റ്റുകൾ, കിച്ചൺ സൊല്യൂഷനിൽ സോൾ ഷെഫ് എന്ന് പറയുന്ന പ്രോഡക്റ്റുകൾ, അങ്ങനെ നിരവധിയായ ഉൽപ്പന്നങ്ങൾ. എല്ലാ ഉൽപ്പന്നത്തിനെ കുറിച്ചും നമുക്ക് 30 മിനിറ്റ് മാത്രമുള്ള ഈ പ്രസന്റേഷൻ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അത് നിങ്ങളെ ആരാണോ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അവരെ നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ അവർ പൂർണ്ണമായിട്ടും ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറഞ്ഞു തരും. ഓക്കെ, അങ്ങനെ 680ഓളം നിത്യോപയോഗ സാധനങ്ങളാണ് ഈ ഉൽപ്പന്നങ്ങൾ. എന്നെല്ലാം തന്നെ ഇന്റർനാഷണൽ ക്വാളിറ്റിയാണ്.
ഇന്ത്യൻ കമ്പനിയായതുകൊണ്ട് ഇന്ത്യൻ വില നിലവാരം നിശ്ചയിച്ചിട്ടുള്ളതുകൊണ്ട് ആർക്കും വാങ്ങിച്ചുപയോഗിക്കാൻ കഴിയും. മാർക്കറ്റിലുള്ള ഉൽപ്പന്നങ്ങളുമായിട്ട് വലിയ വ്യത്യാസമില്ലാത്ത രീതിയിൽ അത് മാർക്കറ്റിലെ ഉൽപ്പന്നങ്ങൾ 2-3 പാക്കറ്റ്, ഉദാഹരണത്തിന് ഒരു 3 പേസ്റ്റ് മേടിക്കുമ്പോൾ മോഡിക്കേന്റെ പേസ്റ്റ് ഒരു പേസ്റ്റ് മേടിച്ചാൽ മതിയാവും. അപ്പം അത് തന്നെ ഭയങ്കര ലാഭമാണ്. കാര്യം മാർക്കറ്റിലെ പ്രോഡക്റ്റിന്റെ ഒരു പേസ്റ്റിന്റെ വിലയെ നമ്മുടെ മോഡിക്കേർ പേസ്റ്റിനുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ് മോഡിക്കൽ. എല്ലാവർക്കും ലാഭകരമായ, എൻവയറമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതുപോലെ തന്നെ 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി നൽകുന്ന ഉൽപ്പന്നങ്ങളാണ് മോഡിക്കലുള്ളത്. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് ഡയറക്ട് സെല്ലിംഗ്, എന്തുകൊണ്ട് നമ്മൾ ഈ ബിസിനസ് ചെയ്യണം, ഇതിൽ കൈകാര്യം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു കാറ്റഗറി നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ഈ ബിസിനസ് ചെയ്യുന്ന ഒരു അധിക വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇവിടെ ഈ കമ്പനി ഓഫർ ചെയ്യുന്ന കോമ്പൻസേഷൻ പ്ലാൻ അഥവാ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാൻ എന്നാണ് പറയുന്നത്. ഈ സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാനിലൂടെ നമ്മളെ വിഷണറിയായ സമീർ മോഡി സാർ പറയുന്നത് ഇത് അദ്ദേഹത്തിന്റെ വിഷനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പ്ലാനാണ്. ഇത് ഡ്രിവൺ ചെയ്യേണ്ടത്, മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ അങ്ങനെ ഏറ്റെടുക്കാമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മൈ കമ്മിറ്റ്മെന്റ്, എന്റെ കമ്മിറ്റ്മെന്റ് ആണ്, നിങ്ങൾക്ക് ഞാൻ ലിമിറ്റ്ലെസ് സക്സസ് ഉണ്ടാക്കി തരാം, പരിധിയില്ലാത്ത വിജയം നിങ്ങൾക്ക് നേടിത്തരാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഗ്യാരണ്ടീഡ് ആണ്, ഉറപ്പാണ്. കാര്യം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതം ഇതിനകം തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. മോഡിക്കേന്റെ ഉൽപ്പന്നങ്ങൾ സൂപ്പർ പ്രോഡക്റ്റുകളാണ്. മാർക്കറ്റിലുള്ള ഏത് ഉൽപ്പന്നത്തിനേക്കാൾ നല്ല ഉൽപ്പന്നങ്ങളാണ്, പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഇത് ഏറ്റെടുത്ത് നിങ്ങൾ നെഞ്ചോട് ചേർത്ത് ചെയ്തു കഴിഞ്ഞാൽ കമ്പനി ഓഫർ ചെയ്യുന്നത് 11 തരത്തിലുള്ള വരുമാനമാണ്. ആദ്യത്തെ വരുമാനം എന്ന് പറയാം, മോഡിക്കലിൽ നിങ്ങൾ അംഗമായ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ തന്നെ 33% വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളതാണ്. ഇതിനു പുറമെ നിങ്ങളും നിങ്ങളുടെ ടീമും ചെയ്യുന്ന മൊത്തം ബിസിനസ് വോളിയത്തിന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കൺസ്യൂമർ ആണ്, അറ്റ് ദി സെയിം ടൈം നിങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണ്. നിങ്ങൾക്ക് സ്വന്തമായി പ്രോഡക്റ്റ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ 2 മുതൽ 11 വരെയുള്ള ബോണസ് നിങ്ങൾക്ക് മാസം നേടിയെടുക്കാൻ കഴിയും. ആക്ടിവേഷൻ ബോണസ് എന്ന് പറഞ്ഞിട്ട് തുടക്കക്കാർക്കായിട്ടുള്ള ഒരു ബോണസ് ആണ്. കമ്പനിയുടെ ഓരോ മാസത്തെയും വിറ്റ് വരവിന്റെ 72% മാറ്റിവെച്ചിരിക്കുന്നതിൽ നിന്നും എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഓരോ മാസത്തെ ബിസിനസ് വോളിയം എന്ന് പറയും. ഇപ്പൊ 200 കോടി രൂപയുടെ ബിസിനസ് നടക്കുകയാണെങ്കിൽ, സെയിൽസ് നടക്കുകയാണെങ്കിൽ 100 കോടിയാണ് ബിസിനസ് വോളിയമായിട്ട്, അതിന് 50% ആണ് ബിസിനസ് വോളിയമായിട്ട് കമ്പനി കണക്കാക്കുന്നത്. ഇതിന്റെ 72 കോടി രൂപ കമ്പനി നിങ്ങൾക്ക് ബോണസ് ആയിട്ട് തരാം. അതിൽ 11 കോടി രൂപ, 11% ആക്ടിവേഷൻ ബോണസ് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുക, തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ബോണസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. 17% ഡയറക്ടർ ബോണസ് ആയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ഡയറക്ടർ റാങ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ വഴി പറയും, അവർക്ക് എല്ലാവർക്കും കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി. വെഹിക്കിൾ ബോണസിന് വേണ്ടി 3%, നാഷണൽ ട്രാവൽ ബോണസിന് വേണ്ടി 4%, മെന്റർഷിപ്പ് ബോണസ് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ബോണസാണ്. ലക്ഷങ്ങളും കോടികളും വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ബോണസാണ് മെന്റർഷിപ്പ് ബോണസ് എന്ന് പറയാൻ വേണ്ടി കമ്പനി ഈ പൂളിൽ നിന്ന് 15% മാറ്റിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വേൾഡ് ടൂർ ഫണ്ട്, മനോഹരമായ ഫണ്ടാണ്. ആജീവനാന്തം വിദേശയാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ഫണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആജീവനാന്തം വിദേശയാത്ര. ഞങ്ങളെല്ലാം എല്ലാ വർഷവും വിദേശയാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് ഈ പ്ലാറ്റ്ഫോമിൽ ധാരാളം ആൾക്കാരുണ്ട്. കഴിഞ്ഞ വർഷം കമ്പനി 10,000-ഓളം ആൾക്കാരെയാണ് 2 ടേമായിട്ട് വിദേശയാത്രയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്കും അതിലൊരു ഭാഗമാകാൻ കഴിയും. അതിന് 6% കമ്പനി മാറ്റിവെച്ചിരിക്കുകയാണ്. ലക്ഷറി കാർ ഫണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാർ വാങ്ങിക്കാൻ വേണ്ടി ഒരു ഫണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയും. ഓരോ മാസം 40,000 രൂപ വരെ നേടാൻ കഴിയും. ഡ്രീം ഹൗസ് ബോണസിന് വേണ്ടി കമ്പനി 5% മാറ്റിവെച്ചിരിക്കുകയാണ്. 50,000 രൂപ വരെ നിങ്ങൾക്ക് വീട് വെക്കാം, പ്രതിമാസ വരുമാനം നേടിയെടുക്കാൻ കഴിയും. റെഡ് ഡയമണ്ട് ക്ലബ് ബോണസുമായി മനോഹരമായ ഒരു ബോണസ് ഉണ്ട്. ഹയർ ടൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ബ്ലൂ ഡയമണ്ട് ബോണസിന് വേണ്ടിയിട്ട് 3% മാറ്റി. ഇതൊക്കെ ലക്ഷങ്ങളും കോടികളുമാണ് വരുമാനം ഈ പൊസിഷനിൽ നേടിയെടുക്കാൻ കഴിയും. ഈ ബോണസിന് പുറമെ നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് കമ്പനി ധാരാളം ലൈഫ് സ്റ്റൈൽ ബോണസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. വെഹിക്കിൾ ബോണസ്, നാഷണൽ ട്രാവൽ ഫണ്ട്, ടൂർ ഫണ്ട്, കാർ ഫണ്ട്, ഹോം ഫണ്ട്, ഇതെല്ലാം എവരി മന്ത് ആണ്, ലൈഫ് ടൈം ആണ്. നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കും ഈ ബിസിനസ്സിൽ നിന്ന് വരുമാനം നേടിയെടുക്കാനുള്ള വളരെ വലിയൊരു അവസരം ഇതിനുണ്ട്. ഈ ഒരു അവസരം ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ആണ് നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ട് ഒരാളും ഇത് മനസ്സിലാകാത്തതുകൊണ്ട് ഉപയോഗപ്പെടുത്താതിരിക്കലും, നിങ്ങളുടെ സീനിയറുമായി ചേർന്നുകൊണ്ട് കൂടുതൽ മനസ്സിലാക്കി ബിസിനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരണം. അപ്പം എന്താണ്
വരുമാനം ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് എല്ലാം നേടാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി കടന്നു വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. നമ്മളൊരു കൺസ്യൂമർ ആണ്, അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ധാരാളം ആൾക്കാർക്ക് ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ വാം സർക്കിളിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയും. നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടറുമാണ്. അതിനുവേണ്ടി നമുക്കൊരു മാസം ഒരു 3000 രൂപയുടെ പ്രോഡക്റ്റ് ഈസി ആയിട്ട് മോഡിക്കേറിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയും. പ്രോഡക്ട്സ് ഉണ്ട് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന. അതാണ് ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയാം. നമ്മൾ വന്നു ബിസിനസ് ചെയ്യണം, സ്വന്തം നിലയിൽ സ്വന്തമായി വയ്ക്കാനും വിൽക്കാനും. അതിനൊരു 3000 രൂപ ബിസിനസ് ചെയ്യുന്ന കണക്കാക്കുക, അതൊരു ബേസാണ്. രണ്ട്, നിങ്ങളോടൊപ്പം ബിസിനസ് ചെയ്യാൻ അധിക വരുമാനം നേടിയെടുക്കാൻ താല്പര്യമുള്ള 4 ആൾക്കാരെ ബിസിനസ്സിൽ കൊണ്ടുവന്ന അവരുടെ ബിസിനസ്സോടെ ഡെവലപ്പ് ചെയ്യണം. ഈ 2 കാര്യം നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ മോഡിക്കയിലൂടെ പ്രതിമാസ വരുമാനം വിത്തിൻ 6 to 1 year നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. തുടക്കത്തിലെ വരുമാനമുണ്ട്. നിങ്ങൾ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം 33% ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പോൾ 3000 രൂപയുടെ പ്രോഡക്റ്റ് നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 33% 990 രൂപ ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് ആയിട്ട് വില കുറച്ച് നിങ്ങൾക്ക് കിട്ടും. ഇതുകൂടാതെ ഓരോ മാസം 15-ാം തീയതി നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ റീപർച്ചേസ് ഓഫർ എന്ന് പറഞ്ഞ ഒരു ഓഫർ ഉണ്ട്. അത് 10% പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് തരും. ഇപ്പോൾ 3000 രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 300 രൂപ ഏറ്റവും മിനിമം വാല്യൂ ഉള്ള DP പ്രൈസ് ഉള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം കണ്ട 43%. ഇതുകൂടാതെ 6 മാസം തുടർച്ചയായിട്ട് ഈ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോഡിക്കർ എന്ന പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ 2500 രൂപയുടെ പ്രോഡക്റ്റ് ആണ് മിനിമം, അല്ലെങ്കിൽ 3000 രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 7ാമത്തെ മാസം 3000 രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. വീണ്ടും നിങ്ങൾ ഒരു 6 മാസം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും 3000 രൂപ പ്രോഡക്റ്റ് ശരാശരി എടുത്തിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. ആനുവൽ ബോണസ് ആയിട്ട് ലോയൽറ്റി പ്ലസ് എന്ന് പറഞ്ഞൊരു ബോണസ് ഉണ്ട്. ഈ ബോണസ് ഈ ബെനിഫിറ്റ് കമ്പനി തരുന്നത് നിങ്ങളുടെ വാർഷിക പർച്ചേസിന്മേലാണ്. നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനും കസ്റ്റമർക്ക് കൊടുക്കാനും വേണ്ടി പർച്ചേസ് ചെയ്യുന്നതിനാണ് ഇതെല്ലാം കിട്ടുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. 11ാമത്തെ മാസം നിങ്ങൾ ആനുവൽ ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ട ശരാശരി എടുത്തിട്ട് 10000 രൂപ വരെയുള്ള ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾ 3000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ 3 തവണ നിങ്ങൾക്ക് 9000 രൂപയുടെ പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിന് 25% ആണ്. 68% പർച്ചേസ് ബെനിഫിറ്റ് ആണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. ഇതുകൂടാതെ നിങ്ങൾക്ക് ഷുവർ ആയിട്ടുള്ള ഒരു ബോണസ്, അതിന്റെ പേരാണ് ആക്ടിവേഷൻ ബോണസ് എന്ന് പറയുന്നത്. ഷുവർ ആയിട്ടുള്ള ഒരു ബോണസ് നിങ്ങൾക്ക് ബാങ്കിലും കിട്ടും. അപ്പൊ ആക്ടിവേഷൻ ബോണസിനെ കുറിച്ച് ഞാൻ വഴിയെ പറയാം. നിങ്ങൾക്ക് പർച്ചേസ് ബെനിഫിറ്റ് ആയിട്ട് 68% കിട്ടും. മോഡിക്കിന്റെ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 68% ലാഭം നിങ്ങൾക്ക് നേടാൻ കഴിയും. അതിനോടൊപ്പം തന്നെ ബാങ്കിൽ നേടുന്ന ആക്ടിവേഷൻ ബോണസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു 20 PVയുടെ പർച്ചേസ് ചെയ്താൽ 50 PV 3000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ 50 PV കിട്ടും. ഇനി അതിന്റെ പകുതി പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ഒരു 20 PV ഉണ്ടാവും. ഒരു ഷെയർ കിട്ടും. ഈ ആക്ടിവേഷൻ ബോണസ് ചെയ്യുന്നത് 11% മാറ്റി വെച്ചേ ഒരു 75 രൂപയ്ക്കകത്തുള്ള കമ്മീഷൻ നിങ്ങളുടെ ബാങ്കിൽ വരും. ഇനി 50 PV ചെയ്യുകയാണെങ്കിൽ 2 ഷെയർ കിട്ടും. 3 PV പേഴ്സണൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 3 ഷെയർ കിട്ടും. നിങ്ങൾ നോക്കിയോ, 75 50 PV ചെയ്താൽ ഒരു 150 രൂപയ്ക്കകത്തുള്ള കമ്മീഷൻ കിട്ടും. 100 PV ആണെങ്കിൽ ഒരു 200 രൂപയ്ക്കകത്തുള്ള കമ്മീഷൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉറപ്പായിട്ട് വരും. ഇനി നിങ്ങളുടെ നേരിട്ടുള്ള 2 ആൾക്കാരെ നിങ്ങൾ 20 PV വെറും 20 PV ചെയ്യിച്ചാൽ ഈ ഒരു PVയോടൊപ്പം നിങ്ങൾ 20 PV ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ എത്ര PV ആണോ പേഴ്സണൽ ചെയ്തിട്ടുള്ള അതിന്റെ എലിജിബിലിറ്റിയുടെ കൂടെ അഡീഷണൽ ഒരു ഷെയർ കൂടെ കിട്ടും. 3 പേര് 20 PVക്ക് മേളിൽ ചെയ്യിച്ചാൽ 2 ഷെയർ കൂടെ കിട്ടും. 4 പേര് 20 PVക്ക് മേളിൽ ചെയ്യിച്ചാൽ 3 ഷെയർ കൂടെ കിട്ടും. ഇപ്പൊ 20 PV ചെയ്യുന്ന ഒരാളാണെങ്കിൽ 4 പേരെ ചെയ്യിച്ചാൽ 1+3 4 ഷെയർ കിട്ടും. 50 PV ചെയ്യുന്ന ആളാണെങ്കിൽ അയാളുടെ 2ന് പുറമെ 3 കിട്ടും, 5 ഷെയർ കിട്ടും. 100 PV ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ സ്വന്തമായി ചെയ്തതിന് 3 ഷെയറിന് പുറമെ അഡീഷണൽ ആയിട്ട് ഒരു 3 ഷെയർ കൂടെ കിട്ടും, 6 ഷെയർ കിട്ടും. അപ്പൊ ഒരു 450 രൂപ 6 ഷെയർ എന്ന് പറയുന്നത് 450 രൂപയോളം വരും. നിങ്ങൾക്കൊരു കമ്മീഷനായിട്ട് തരും. കറക്റ്റ് ഷെയർ വാല്യൂ ഈ മാസം ക്ലോസ് ചെയ്യുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. പുതിയ ബോണസ് ആണിത്. ഓക്കെ, ഇനി നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കൂടുതൽ വരുമാനം നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് ഡയറക്ടർ എന്ന് പറയുന്ന പൊസിഷനാണ്. ആ ഡയറക്ടർ പൊസിഷൻ എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. നേരത്തെ നമ്മൾ കണ്ടല്ലോ 3000 രൂപയുടെ പേഴ്സണൽ PV നിങ്ങൾ ചെയ്യുക. അതിനോടൊപ്പം തന്നെ 4 ആൾക്കാരെ ബിസിനസ്സിൽ കൊണ്ടുവന്നാൽ അവർക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് താഴെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അതുവഴി കൂടുതൽ ബിസിനസ് നടക്കും. അതിലൂടെ നിങ്ങളുടെ ബിസിനസ് വളരെ നിങ്ങൾക്ക് കമ്മീഷൻ കൂടുതൽ കിട്ടും. അപ്പൊ ഒരു ടീമിൽ 4 ആൾക്കാർ വന്ന് അവർ 50 PV ചെയ്താൽ 250 PV ആയി. അങ്ങനെ 4 ടീമിൽ 250 PV ചെയ്യുമ്പോൾ 1000 PV ആയി. നിങ്ങൾ ഒരു പേഴ്സണലി 100 PV കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ടർ റാങ്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. അപ്പൊ 4 ലെഗിൽ 250 PV വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്ടർ ആവാൻ കഴിയും. ഇല്ലെങ്കിൽ 2 ലെഗിൽ 500 PV നടന്നാലും 1000 PV ആയി. നിങ്ങൾ 100 PV ചെയ്താൽ ഡയറക്ടർ ആവാൻ കഴിയും. എല്ലാ ഓപ്ഷൻസും ഉണ്ട്.
അപ്പം 1100 ഗ്രൂപ്പ് പോയിന്റ് വാല്യൂ സെയിൽസ് കൊണ്ടുവരുന്ന ആളാണ് കമ്പനി ഡയറക്ടർ എന്നാണ് 5000 രൂപയ്ക്ക് മേളിൽ നിങ്ങൾക്ക് വരുമാനം കിട്ടും. ഇനി ഇതുപോലെ നിങ്ങളുടെ താഴെ ഡയറക്ടേഴ്സിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൂടുതൽ വരുമാനം നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങളുടെ 4 ലെഗിൽ 4 ഡയറക്ടേഴ്സ് വന്നാൽ പ്ലാറ്റിനം ഡയറക്ടർ എന്ന് പറഞ്ഞ പൊസിഷൻ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. 15000 രൂപയ്ക്ക് മേളിൽ വരുമാനം കിട്ടും. 15000 രൂപ, 20000 രൂപ, അങ്ങനെ 50000 രൂപ വരെയൊക്കെ ഈ പ്ലാറ്റിനം പൊസിഷനിൽ 2 ലക്ഷം രൂപ വരെ വാങ്ങിക്കാം. പക്ഷെ മിനിമം 15000 രൂപയ്ക്ക് മേളിൽ വരുമാനം കിട്ടും. ഇനി നിങ്ങൾ ഈ 4 ലെഗില് ഒരു ലെഗില് ഒരു 2 ഡയറക്ടറെ കൂടെ ബിൽഡ് ചെയ്താൽ, നിങ്ങൾ കൊണ്ടുവന്ന ഡയറക്ടറെ പുറമെ മൊത്തം 3 ഡയറക്ടർ 3600 ഗ്രൂപ്പ് പോയിന്റ് വാല്യൂ വന്നാൽ മിനിമം 25000 രൂപ ആ ലെഗിൽ നിന്ന് വരുമാനം കിട്ടും. രണ്ടാമത്തെ ലെഗിലും ഇതുപോലെ 3 ഡയറക്ടേഴ്സിന് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും 25000 കിട്ടും, 50000 ആയി. മൂന്നാമത്തെ ലെഗിലും 3 ഡയറക്ടേഴ്സിന് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ 3600 GPA ആയി കഴിഞ്ഞാൽ 75000 ആയി. നാലാമത്തെ ലെഗിലും 3 ഡയറക്ടേഴ്സിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ മാസ വരുമാനം നേടിയെടുക്കാൻ കഴിയും. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഈ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്തിട്ട് 7ാമത്തെ മാസം മുതൽ 1 ലക്ഷം രൂപയ്ക്ക് മേളിൽ എല്ലാ മാസവും വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്കും അത് നേടിയെടുക്കാൻ കഴിയും. ജീവിതത്തിലുണ്ടായ മാറ്റം എന്ന് പറയാൻ വളരെ വലുതാണ്. റെഗുലർ ഇൻകത്തോടൊപ്പം അഡീഷണൽ ഒരു ഇൻകം വന്നു കഴിയുമ്പോഴേ നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. ധാരാളം സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. വളരെ സിമ്പിൾ ആണ്. ഒരു റിസ്ക്കും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന, നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങുന്ന കടയൊന്ന് മാറ്റിയാൽ മാത്രം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള അവസരമാണ് മോഡിക്കേൻ്റെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. പിന്നെ റെഡ് പൊസിഷനുകൾ നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ നിങ്ങൾക്ക് വരുമാനം നേടിയെടുക്കാൻ കഴിയും. ബ്ലൂ ഡയമണ്ട് ഒക്കെ ആയി കഴിഞ്ഞാൽ കോടികളാണ് വരുമാനം നേടിയെടുക്കാൻ കഴിയുന്നത്. ഞാൻ റെഡ് ഡയമണ്ട് ഡയറക്ടർ എന്ന് പറയുന്ന പൊസിഷനിൽ അച്ചീവ് ചെയ്യുന്നത് നമ്മളെ കേരളത്തിൽ ബ്ലൂ ഡയമണ്ട് ഡയറക്ടേഴ്സ് ഒക്കെ ധാരാളം ഉണ്ട്. ഓൾ ഇന്ത്യയിൽ 100 കണക്കിന് ആൾക്കാരുണ്ട്. ദെൻ ഡിയർ ഫ്രണ്ട്സ്, ഈ ബിസിനസ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ സിസ്റ്റം ഫോർ സക്സസ് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിൽ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത് വളരെ വ്യക്തമായി നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ടുള്ള മലയാളത്തിലുള്ള പുസ്തകം നിങ്ങൾക്ക് ടീം പോസിറ്റീവിന്റെ പേരിൽ വാങ്ങിക്കാൻ വേണ്ടി 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലീഡറുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിച്ച് പഠിച്ച് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഡിയർ ഫ്രണ്ട്സ്, ഇത് വളരെ ഗവൺമെന്റ് അംഗീകരിച്ച നിയമപരമായ ബിസിനസ് ആണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ചിത്രത്തിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ കഴിയും. കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം ബെസ്റ്റ് വുമൺ എന്റർപ്രണർ അവാർഡ് ലഭിച്ചത് എന്റെ വൈഫായ ലേന മനോജിനാണ്. അദ്ദേഹമാണ് മോഡിക്കുള്ള ട്രിപ്പിൾ റെഡ് ഡയമണ്ട് എന്ന് പറയുന്ന പൊസിഷൻ. ധാരാളം സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ സംരംഭകരാക്കി മാറ്റിയതിനു വേണ്ടിയിട്ട് കൊടുത്ത അവാർഡാണ്. അഡ്വക്കേറ്റ് GR അനിൽ സാർ, ഓണറബിൾ മിനിസ്റ്റർ കൊമേഴ്സിൽ നിന്നാണ് അത് ഏറ്റുവാങ്ങുന്നത്. തീർച്ചയായിട്ടും ലേന മനോജിന് നല്ലൊരു കൈയടി കൊടുക്കാം. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് നമ്മുടെ ജീവിതത്തില് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ഈ ബിസിനസ് അവസരം ഞാൻ ആദ്യം ഇത് ഏറ്റെടുക്കുന്ന സമയത്ത് എന്റെ വൈഫിന് ഇത് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് സംശയമായിരുന്നു ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ. പക്ഷെ നമ്മൾ ഒരു ബിസിനസ് അവസരം ചെയ്തു നോക്കിയാലല്ലേ ഇതെന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഇവിടെ ചെയ്തു നോക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കാര്യം a journey of 1000 miles starts with this single step. Get registered yourself. നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുക. ഫീസ് ഒന്നുമില്ല. നിങ്ങൾ ആധാർ കാർഡും ബാങ്ക് പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജും ഇമെയിൽ ID 2 ഫോൺ നമ്പർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന പ്രോഡക്റ്റുകൾ മോദി കെയറിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. പ്രത്യേകിച്ച് യാതൊരു മുതൽ മുടക്കുമില്ല. പക്ഷെ ഇവിടെ മുതൽ മുടക്കമുണ്ട്. കാര്യം നിങ്ങളുടെ സ്വപ്നങ്ങളാണ് ഇവിടുത്തെ മുതൽ മുടക്കം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല സ്വപ്നങ്ങളും, കാർ വാങ്ങിക്കുക, കടം വീട്ടുക, വീട് വെക്കുക, കുട്ടികളെ പഠിപ്പിക്കുക, ഇത്തരം സ്വപ്നങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കിയത്. ഇതിൽ നേട്ടങ്ങൾ നേടിയിട്ടുള്ള ഓരോ ആൾക്കാരും അങ്ങനെയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള സ്വപ്നങ്ങളാണ് ഈ ബിസിനസ്സിൽ അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്യണം, വൈ ഞാൻ ഇതിൽ ജോയിൻ ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഫ് നോട്ട് മോഡി കെയർ പോലെ പ്രൂവൺ ആയിട്ടുള്ള ഇത്രയും 30 വർഷത്തെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പാരമ്പര്യമുള്ള ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ മാറ്റിയെടുത്തിട്ടുള്ള ഒരു സംരംഭം മോഡി കെയർ അല്ലാതെ മറ്റെന്താണുള്ളത്. ഇഫ് നോട്ട് യു, നിങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങളല്ലാതെ മറ്റാരാണ് പ്രവർത്തിക്കേണ്ടത്? ഇഫ് നോട്ട് നൗ ദെൻ വെൻ, ഇപ്പോഴല്ലാതെ നിങ്ങൾ ഇനി എപ്പോഴാണ് ചെയ്യാൻ പോകുന്നത്? തീരുമാനം നിങ്ങൾ എടുക്കുക. ഞാൻ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് ഞാൻ സ്വയം തീരുമാനമെടുത്ത് എൻ്റെ വൈഫിനോട് വന്ന് പറഞ്ഞു,
ഞാൻ വൈഫിനോടൊന്ന് ആലോചിക്കാൻ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ബിസിനസ്സിൽ ഞാൻ ഇന്നുണ്ടാവത്തില്ല, ഈ നേട്ടങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ നേടിയിട്ടുണ്ടാവില്ല. 23ഓളം വിദേശ യാത്രകളാണ് മോഡിക്കലോട് നേടിയെടുക്കാൻ കഴിഞ്ഞത്. 3 കാറ് മേടിക്കാൻ കഴിഞ്ഞു. കോടികൾ വരുമാനം നേടിയെടുക്കാൻ കഴിയും. എല്ലാ മാസവും ലക്ഷത്തിന് മേളിലുള്ള വരുമാനം റെഗുലർ ഇൻകമായി മോഡിക്കലോട് നേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞങ്ങളുടെ കുടുംബം. ഇതുപോലെ ലക്ഷം ആൾക്കാർ എന്റെ ടീമിൽ തന്നെ, പ്രകാശ് സാറും അതുപോലെ തന്നെ രവീന്ദ്ര സാറ്, നാസർ ഖാൻ സാറ്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് അനിൽ, അതുപോലെ രാംദാസ് സാർ, അങ്ങനെ നിരവധിയായ ലീഡേഴ്സ്, ധാരാളം ലക്ഷങ്ങളും കോടികളും വരുമാനം നേടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും കടന്നു വരാൻ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കും കടന്നു വരാം. ഒന്നും നഷ്ടപ്പെടാനില്ല. ഞാൻ വളരെ അഭിമാന പുരസ്സരം പറയാണ്, മോഡി കെയർ പോലൊരു അവസരം നമ്മളെപ്പോലുള്ള സാധാരണക്കാരന്റെ ജീവിതം മാറ്റിമറിക്കാൻ ഇനി മറ്റൊന്ന് ലഭിക്കില്ല, മറ്റൊന്നും ലഭിക്കില്ല. ഒരിക്കലും നിങ്ങൾ ഈ അവസരം പാഴാക്കരുത്. നിങ്ങളെപ്പോലെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട്, നിങ്ങളെപ്പോലെ ഈ ബിസിനസ് അവസരം കേട്ട് മനസ്സിലാക്കി മോഡിക്കലേക്ക് കടന്നു വന്ന് ജീവിതം മാറ്റിയെടുത്ത ഒരു വ്യക്തിയെ ഞാൻ വിളിക്കാൻ പോവാണ്. അദ്ദേഹത്തിന്റെ പേര് രവീന്ദ്രൻ നായർ എന്നാണ്. സാറൊന്ന് വീഡിയോയിൽ വരാമോ രവീന്ദ്രൻ സാർ? വീഡിയോയില് ഉണ്ട് സാർ, വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അദ്ദേഹം കരമനയിൽ നിന്നാണ് അദ്ദേഹം നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം നിങ്ങളെപ്പോലെ ഈ അവസരം കേട്ടെടുത്ത് അദ്ദേഹം ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഉദ്യോഗസ്ഥനായിരിക്കെ തന്നെ മോഡിക്കലിലേക്ക് കടന്നു വന്നുകൊണ്ട് നിരവധി വിദേശ യാത്രകൾ, നിരവധി ഇന്ത്യയിലുള്ള യാത്രകൾ, അതുപോലെ മക്കളെ രണ്ടുപേരെയും വളരെ പ്രൊഫഷണൽ ആയിട്ട്, ഒരാൾ എഞ്ചിനീയറായ ഒരാൾ ഡോക്ടറായ, അങ്ങനെ പഠിപ്പിക്കാനൊക്കെ സഹായിച്ച, അദ്ദേഹത്തിന്റെ വരുമാനത്തിനോടൊപ്പം സഹായിച്ച ഒരു വ്യക്തിയാണ്. വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി, നല്ല രീതിയിൽ എല്ലാ മാസവും ബിസിനസ് ചെയ്യുന്ന, വളരെ വലിയ പൊസിഷൻ അച്ചീവ് ചെയ്യുന്ന നമ്മളെ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രവീന്ദ്രൻ സാർ, പ്ലീസ് പ്ലീസ് സാറിനൊരു കൈയോട്. ഗുഡ് മോർണിംഗ് സാർ. എന്നെ പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. ഞാൻ ഇന്ത്യ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു അഡീഷണൽ ഇൻകത്തിന് വേണ്ടിയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി വലിയൊരു വരുമാനം ഇതിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. അതുകൂടാതെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഇരുന്നിട്ട് തന്നെ എനിക്ക് വിദേശയാത്ര മോഡിക്കെയറിലൂടെ ചെയ്യാൻ കഴിഞ്ഞു. ആദ്യമൊക്കെ ധാരാളം ആൾക്കാർ കളിയാക്കി, പക്ഷെ ഞാൻ വിട്ടിട്ട് പോയില്ല. ഞാൻ ശക്തമായിട്ട് തന്നെ എനിക്ക് വിജയിക്കണം എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി വർക്ക് ചെയ്തു. വിദേശയാത്ര പോകാൻ കഴിഞ്ഞു. അവിടെ നിന്നുള്ള സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോഴത്തേക്കാണ് നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകൾ മനസ്സിലാക്കിയത് വിദേശയാത്ര, ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ വിദേശയാത്രയും കിട്ടുമെന്ന് അവർ മനസ്സിലാക്കിയ. അവർ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ റിട്ടയർഡ് ആയ ശേഷം ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ തുടങ്ങി. ധാരാളം വിദേശയാത്രകൾ ചെയ്തു. ഇന്ത്യക്കകത്തും ധാരാളം യാത്രകൾ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. ഗോവ, ഊട്ടി, കൊടൈക്കനാൽ, ചെന്നൈ, പിന്നെ വൈത്തിരി, ഇങ്ങനെ മുതലായ നമ്മുടെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ അടിച്ച് പൊളിച്ച് വരാനുള്ള ഭാഗ്യമുണ്ടായി. അതാണ് മോഡിക്കലിൻ്റെ ഇതിൽ 1000-ഓളം പ്രോഡക്റ്റ് ഉണ്ട്. പുതിയ പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. നമ്മൾ കടയൊന്ന് മാറ്റിയാൽ മാത്രം മതി. നമ്മൾ എത്രയോ പ്രോഡക്റ്റുകൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നു, അതൊന്ന് മാറ്റിയാൽ നമുക്ക് ഇതിൽ എന്തെല്ലാം വരുമാനമാണ് കിട്ടുന്നതെന്നൊന്ന് ചിന്തിക്കുക. സാറ് എല്ലാം തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ നല്ലൊരു അവസരമാണ്. എല്ലാവരും ഇത് മനസ്സിലാക്കി കയറി വരിക. നമുക്ക് ഈ അവസരം തന്ന സമീർ മോഡി സാറിനും മോഡി കെയറിനും എൻ്റെ അപ്ലൈനും എൻ്റെ മറ്റുള്ള അപ്ലൈനും എല്ലാം തന്നെ ഞാൻ ഇതിൽ നന്ദി അറിയിക്കുന്നു. ജയ് മോദി കെയർ, ജയ് സമീർ ജി. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു രവീന്ദ്ര സാർ. ഗ്രേറ്റ് പേഴ്സണാലിറ്റി, വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഉള്ള വളരെ വലിയൊരു ടീമുള്ള ഒരു ലീഡറാണ്. സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ തന്നെ 3 ടീമുകൾ ഡയറക്ടർ റാങ്കിൽ, അതിൽ ധാരാളം ഡയറക്ടേഴ്സിനെ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള സിമ്പിൾ പേഴ്സണാലിറ്റി. പ്ലീസ് ഗിവ് എ വെരി ഗുഡ് ഹാൻഡ് ഓഫ് അപ്ലാസ്. ഇനി ഞാൻ മറ്റൊരു വ്യക്തി വിളിക്കുകയാണ്. പ്രകാശ് സാർ ലൈനിലുണ്ടോ? പ്രകാശ് സാർ? ഓക്കെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ ഒരു വീട്ടമ്മയെ കുറിച്ച് പറഞ്ഞു, ലേന മനോജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ലേന മനോജിനെ ക്ഷണിക്കുകയാണ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ ലേന മനോജ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നെ പരിചയപ്പെടുത്തി. സാധാരണ വീട്ടമ്മയാണ് ഞാൻ. അപ്പൊ ഈ ബിസിനസ് അവസരത്തിൽ വരുന്നതിന് മുന്നേ എനിക്ക് പ്രത്യേകിച്ച് ഒരു വരുമാനമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്റെ ഹസ്ബൻഡിന്റെ ഒരു വരുമാനം മാത്രമായിരുന്നു ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു അഡീഷണൽ ഇൻകം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ ഈ ബിസിനസ്സിലെ സംസാരിച്ചോളൂ. എന്ത് പറ്റി?
കേൾക്കുന്നില്ലേ? ഒരു അഡീഷണൽ ഇൻകം എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ ഈ മോദി കെയർ അവസരം ഏറ്റെടുത്ത് പ്രവർത്തിച്ചു. അതിന്റെ ഫലമായിട്ട് ധാരാളം ആൾക്കാർക്ക് ഒരു വരുമാനം നേടിക്കൊടുക്കാൻ കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ സാധാരണക്കാരാണ്, അതുപോലെയുള്ള ഒരുപാട് സാധാരണക്കാർ ഇവിടെ ഇപ്പം വിദ്യാഭ്യാസ യോഗ്യതയോ നിങ്ങളുടെ എന്താണ് ജോലി എന്നോ ഒന്നും ഒരു കാര്യമല്ല. നമ്മൾ ബിസിനസ് ചെയ്യാനുള്ളൊരു മനസ്സ്, നമ്മുടെ വീട്ടിലെ ഉൽപ്പന്നങ്ങൾ നമ്മൾ മോദി കെയർ തന്നെ ഉപയോഗിക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയം നമുക്ക് വേണം. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആക്ടിവേഷൻ ബോണസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യുന്നു, കുറച്ച് പ്രോഡക്റ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നു. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുന്നു, കുറച്ച് ആൾക്കാരോട്, നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോടും പരിചയക്കാരോടും ഒക്കെ നമ്മൾ ഈ അവസരം ഷെയർ ചെയ്യുന്നു. അപ്പൊ അവർക്കും ഒരു എക്സ്ട്രാ ഇൻകം ആവശ്യമായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അവരും ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു. അതാണ് ബിസിനസ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഒരു കാര്യവും പ്രത്യേകമായിട്ട് ഇവിടെ വലിയ കാര്യം ഒന്നുമില്ല, ചെറിയ കാര്യം. എല്ലാവരും എന്താണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. നമുക്ക് നല്ലൊരു വാഷിംഗ് പൗഡർ ഉപയോഗിക്കാൻ പറ്റുന്നു, നമ്മുടെ സുഹൃത്തുക്കളോട് ഞാനത് പറയുന്നു. അത് തന്നെ എല്ലാ ആളുകളും ചെയ്യുന്നത്. ഇനി ടോപ്പ് ഇൻകം വാങ്ങുന്ന സുരേഖ ഭാർഗവ് പോലും നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെ ചെയ്യുന്നത്. പക്ഷെ ആ ചെയ്യുന്ന കാര്യത്തിൽ എന്താണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും നമ്മുടെ ബിസിനസിന്റെ വിജയം എന്ന് പറയുന്നത്. അത് എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് നമുക്ക് ഹെൽത്ത് നന്നാക്കാനുള്ള ഉൽപ്പന്നങ്ങള്, സ്കിന്ന് നന്നാക്കാനുള്ള ഉൽപ്പന്നങ്ങള്, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പ്രോഡക്റ്റും, പേഴ്സണൽ കെയർ, നമ്മുടെ കിച്ചണിൽ ആവശ്യമുള്ളത്, എനിക്ക് ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ എന്ത് സന്തോഷമാണെന്നോ ഇങ്ങനെ ഒരു അവസരത്തിൽ വന്നുകൊണ്ട് നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ, നല്ല ചായ കുടിക്കാൻ പറ്റി, നമുക്ക് നല്ല എന്താണ് വസ്ത്രങ്ങൾ നന്നായിട്ട് വൃത്തിയാക്കാൻ പറ്റി, നമ്മുടെ വീട് എന്ത് മനോഹരമാക്കി ഇടാൻ പറ്റുന്നു അല്ലേ? അപ്പൊ അതെല്ലാം ഓരോ ദിവസവും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം നമ്മുടെ ബിസിനസിനോട്. അപ്പൊ ആ ഒരു എന്താണ്, നമ്മൾ ആ ഒരു എക്സൈറ്റ്മെന്റ് എപ്പോഴും നമ്മുടെ ഈ ബിസിനസ്സിൽ നമ്മൾ കാണിക്കണം. എന്നാലേ നമ്മുടെ ടീമിന് എന്താവൂ, എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ തണുത്തിരുന്നാൽ നമ്മുടെ ടീമും തണുത്തു പോകും. അപ്പൊ എപ്പോഴും ലീഡർമാര് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ഉൽപ്പന്നത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അപ്പൊ ആ പാഷനോടെ നിങ്ങൾ വർക്ക് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് പറ്റും. എല്ലാ അവസരവും ഇവിടെ ഉണ്ട്. നിങ്ങളുടെ മൈൻഡ് മാത്രം മതി ഇവിടെ. എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ. പുതിയ ആക്ടിവേഷൻ ബോണസ് എല്ലാ ടീമിലെ എല്ലാവർക്കും നേടിക്കൊടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജയ് മോദി കെയർ. ഓക്കെ, താങ്ക് യു ലേന മനോജ്. പ്ലീസ് ഗിവ് ഹർ എ വെരി ഗുഡ് ഹാൻഡ് ഓഫ് ക്ലാസ്. നമ്മളെ രവീന്ദ്ര സാറും ലേന മനോജും ഒക്കെ വളരെ ഭംഗിയായിട്ട് ഈ അവസരത്തിനെ കുറിച്ച്, അവരുടെ അനുഭവങ്ങളെ കുറിച്ച് നിങ്ങളോട് വിശദീകരിച്ചു. എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ ആശ്വസിക്കുകയാണ്. ആക്ടിവേഷൻ ബോണസ് എന്ന് പറഞ്ഞാൽ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു അവസരമാണ്. എല്ലാവർക്കും വരുമാനമാണ്, ബാങ്കിൽ കാശാണ്. 20 PV ചെയ്യുന്നതിന് 1 ഷെയർ, 50 PV ചെയ്യുന്നതിന് 2 ഷെയർ, 100 PV ചെയ്യുന്നതിന് 3 ഷെയർ. അപ്പം 50 PV ഒക്കെ ചെയ്താൽ ഗ്യാരണ്ടിയാണ്. കാര്യം 75 രൂപയ്ക്കകത്ത് ഒരു ഷെയർ വാല്യൂ ഉണ്ട്. അങ്ങനെ 2 ഷെയർ 50 PV ചെയ്താൽ 2 ഷെയർ 150 രൂപയ്ക്ക് അടുത്ത് നമുക്ക് ചെക്ക് വന്നിരിക്കും. ഇനി ചെക്ക് വന്നില്ല എന്നുള്ളൊരു പരാതി ആർക്കും ഉണ്ടാവത്തില്ല. എല്ലാവർക്കും കമ്മീഷനാണ്. അതുപോലെ തന്നെ 2 പേരെ കൊണ്ട് 20 PV ചെയ്യിച്ചു കഴിഞ്ഞാൽ അഡീഷണൽ 1 ഷെയർ ആണ്. 3 പേരെ കൊണ്ട് 20 PV ചെയ്യിച്ചു കഴിഞ്ഞാൽ അഡീഷണൽ 2 ഷെയർ കിട്ടും പേഴ്സണൽ PVയുടെ ഷെയറിന് പുറമെ. 4 പേരെ കൊണ്ട് 20 PVക്ക് മേളിൽ ചെയ്താൽ നിങ്ങൾക്ക് 6 ഷെയർ കിട്ടും. കൂടുതൽ PV നിങ്ങൾ ഡൗൺലൈൻസിനെ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡയറക്ടർ ആക്കാൻ കഴിയും. ഡയറക്ടർ ആയി കഴിഞ്ഞാൽ 5000 രൂപ ഗ്യാരണ്ടിയാണ്. 3 ഡയറക്ടർ ഒരു ടീമിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ 25,000 ഗ്യാരണ്ടി. അങ്ങനെ 4 ടീമിൽ 3 ഡയറക്ടേഴ്സിനെ ബിൽഡ് ചെയ്താൽ 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാനുള്ള ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് നിങ്ങൾ പിരിയണം. തീരുമാനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ലീഡേഴ്സ്. Thank you, sir. Thank you, sir. Thank you, sir. Okay, thank you. All the best. Thank you, sir. All the best. Thank you. Good night.